മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് വുമൺ ആൻഡ് ഭക്തി മൂവ്മെൻ്റ് ആണ്. ശ്രദ്ധിക്കണേ, വുമൺ ആൻഡ് ഭക്തി മൂവ്മെൻറ്റ്. അപ്പം ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഭക്തി മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലെ കാര്യം എടുക്കുവാണെങ്കിൽ വീട്ടിൽ അച്ഛനാണോ അമ്മയാണോ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിലൊക്കെ പോകുന്നത്? സാധാരണഗതിയിൽ അമ്മമാരായിരിക്കും അല്ലേ? അപ്പം സ്ത്രീകൾക്ക് ഈ ഭക്തി മൂവ്മെൻറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനായിട്ടുണ്ട്. അപ്പം അവരുടെ പ്രാധാന്യം ഈ ഭക്തി മൂവ്മെൻറ്റിൽ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. Women were less recognized and respected in the medieval society. മധ്യകാല സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യവും പരിഗണനയും ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ടീഷൻസ് റിമൈൻഡ് ദ സെയിം ഇൻ റിലേഷൻ ടു ഫ്രീഡം ഓഫ് വർഷിപ്പ്. ഫ്രീഡം ഓഫ് വർഷിപ്പ് അതായത് ഇഷ്ടദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു ആരാധനാ സ്വാതന്ത്ര്യത്തിലും എന്താണ് ഈ ഒരു കണ്ടീഷൻ തന്നെ ആയിരുന്നു. സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വിത്ത് ദ അഡ്വൻറ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്, ഭക്തി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായി മെനി വുമൺ ടുക്ക് ടു കമ്പോസിങ് ആൻഡ് സിംഗിങ് ഹൈംസ് ആൻഡ് സോങ്സ് ടു വർഷിപ്പ് ദ ഡയറ്റി ഓഫ് ദെയർ ചോയ്സ്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു. എങ്ങനെയാണ് മുന്നോട്ട് വന്നതെന്നാണ് പറയുന്നത്? കമ്പോസ് ചെയ്തു അല്ലേ? അവർ കമ്പോസിങ് ആൻഡ് സിംഗിങ് ഹൈംസ് ആൻഡ് സോങ്സ്. അപ്പോൾ ഒരുപാട് കീർത്തനങ്ങളും അതുപോലെ തന്നെ സോങ്സും ഒക്കെ അവർ കമ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് അവർ അത് സിംഗ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതിൻ്റെ ഫലമായിട്ട്? ഈ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്ന് ഒരുപാട് ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട സോങ്സ് ഒക്കെ സിംഗ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് കീർത്തനങ്ങളെല്ലാം രചിക്കുകയും അത് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. മീരാബായ് വാസ് എ രജ്പൂത് പ്രിൻസസ് ഹൂ ലീവ്ഡ് ചിറ്റോർ രാജസ്ഥാൻ. ആരാണ്? മീരാബായ്. ഇപ്പോൾ ഭക്തി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ പ്രാധാന്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മീരാബായ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മീരാബായ് എന്ന് പറയുന്ന ആരായിരുന്നു? ഒരു രജപുത് പ്രിൻസസ് ആയിരുന്നു. രജപുത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രിൻസസ് ആയിരുന്നു. അവർ ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ചിറ്റോറിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. She gave up all the worldly comforts and immersed herself in devotion to Krishna. അപ്പം മീരാബായ് എന്ന് പറഞ്ഞാൽ രജപുത് പ്രിൻസസ് ആയിരുന്നു, രാജകുമാരി ആയിരുന്നു അല്ലേ? അപ്പം മീരാബായ് എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്? അവർ എല്ലാം ത്യജിച്ചു, അവരുടേതായിട്ടുള്ള ജീവിത സൗകര്യങ്ങളെല്ലാം ത്യജിച്ചിട്ട് എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്? ഇമ്മേഴ്സ്ഡ് ഹെർസെൽഫ് ഇൻ ഡിവോട്ടി ടു കൃഷ്ണ. അപ്പോൾ കൃഷ്ണഭക്തിയിൽ മുഴുകി കൃഷ്ണനെ മാത്രം ആരാധിച്ച് തൻ്റെ അതുവരെയുള്ള ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടി ആയിരുന്നു മീരാബായ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചേ. കൃഷ്ണ ഭജനാസ് കമ്പോസ്ഡ് ബൈ മീരാബായ് ആർ വെരി പോപ്പുലർ. അപ്പോൾ മീരാബായ് കമ്പോസ് ചെയ്തിട്ടുള്ള കൃഷ്ണ ഭജനാസ് എല്ലാം വളരെ പോപ്പുലർ ആയിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഭക്തി മൂവ്മെൻറ്റിലെ അടുത്ത പ്രധാനപ്പെട്ട 2 ആളുകളുടെ കാര്യം നമുക്ക് നോക്കാം. ആരൊക്കെയാണ്? കാരയ്ക്കൽ അമ്മയാർ. കാരയ്ക്കൽ അമ്മയാർ, ശ്രദ്ധിക്കണേ. കാരയ്ക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ. അപ്പോൾ കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ എവിടെയുള്ളതായിരുന്നു? വെയർ ഫേമസ് ഡിവോട്ടി പോയിറ്റീസ് ഫ്രം തമിഴ്നാട്. അപ്പം തമിഴ്നാട്ടിലുള്ള ഭക്ത കവയത്രികളായിരുന്നു ആരൊക്കെ? കാരയ്ക്കൽ അമ്മയാറും ആണ്ടാളും. Their compositions expressed deep devotion to their favorite deity. അപ്പം അവരുടെ ഈ രചനകൾ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് കാണിച്ചു എന്നാണ് പറയുന്നത്? ഡീപ്പ് ഡിവോഷൻ ടു ദെയർ ഫേവറേറ്റ് ഡെയിറ്റി. അവരുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഒരു ആരാധന കാണിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു വ്യക്തിത്വമാണ് അക്ക മഹാദേവി.
അപ്പം അക്ക മഹാദേവി ആരായിരുന്നു എന്നാണ് പറയുന്നത്? അക്ക മഹാദേവി എന്ന് പറയുന്നത് ഒരു പ്രോമിനൻ്റ് ഫിഗറാണ്. ഏത് മൂവ്മെൻറ്റിലെ? വീരശൈവ മൂവ്മെൻറ്റിലെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വീരശൈവ മൂവ്മെൻറ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതല്ലേ? അപ്പം ആ ക്ലാസ്സുകളൊക്കെ എടുത്തു വെച്ച് കാണുക. അപ്പം വീരശൈവ മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഫിഗറായിരുന്നു അക്ക മഹാദേവി. അക്ക മഹാദേവി എന്തോ ചെയ്തു? ഷീ ലെഡ് ഡിസ്കഷൻസ് എഗെയിൻസ്റ്റ് ദ സോഷ്യൽ സ്പിരിച്വൽ ഒപ്രഷൻ ദ വുമൺ ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. അപ്പം വീരശൈവ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് അക്ക മഹാദേവി ചെയ്ത കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഡിസ്കഷൻസിനെ ലീഡ് ചെയ്തു. എന്ത് ഡിസ്കഷൻസാ? എഗെയിൻസ്റ്റ് സോഷ്യൽ, സാമൂഹ്യപരമായിട്ടും സ്പിരിച്വൽ, ആത്മീയപരമായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന സ്ത്രീകൾ ഫേസ് ചെയ്തിരുന്ന പ്രശ്നങ്ങളെ, അതായത് ഒപ്രഷൻസിനെ, അടിച്ചമർത്തലുകൾ എന്തെല്ലാം സ്ത്രീകൾ ഫേസ് ചെയ്തിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ആളായിരുന്നു അക്ക മഹാദേവി എന്ന് പറയുന്നത്. അപ്പം ഭക്തി മൂവ്മെൻറ്റിൽ അടുത്ത 2 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ബഹിനാബായും അതുപോലെ തന്നെ സൊയ്റാബായും. സൊയ്റാബായ് ഓഫ് മഹാരാഷ്ട്രയിലെ ബഹിനാബായും സൊയ്റാബായും, അതുപോലെ തന്നെ കാശ്മീരിലെ ലാൽദേദ് ഓഫ് കാശ്മീർ എന്നിവർ ഭക്തി മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അവരും ഈ ഒരു ഭക്തി മൂവ്മെൻറ്റിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നോക്കാനായിട്ട് പോകുന്ന ഇമ്പാക്റ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ശ്രദ്ധിക്കണേ, ഇമ്പാക്റ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. The aim of Bhakti movement was dedication to one's favorite deity through music and devotion. അപ്പം ഭക്തി മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂസിക്കിലൂടെ, അതായത് സംഗീതത്തിലൂടെയും ഡിവോഷനിലൂടെയും, അതായത് ഭക്തിയിലൂടെയും ഫേവറേറ്റ് ഡയറ്റി, അതായത് ഇഷ്ടദൈവത്തിലേക്ക് സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം എന്താണ്? മ്യൂസിക്കിലൂടെയും ഡിവോഷനിലൂടെയും ഫേവറേറ്റ് ഡയറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇഷ്ടദൈവത്തിലേക്കുള്ള സ്വയമേ ഉള്ള സമർപ്പണത്തെയാണ് ഈ ഭക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. However, later the movement was able to bring about progressive changes in India's social and religious spheres. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് കാലക്രമേണ എന്തു ചെയ്തു എന്നാണ് പറയുന്നത്? ഇന്ത്യയുടെ സാമൂഹ്യപരമായിട്ടുള്ളത്, സോഷ്യലായിട്ടുള്ളതും അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള, മതപരമായിട്ടുള്ള കാര്യങ്ങളിലും സാമൂഹ്യപരമായ കാര്യങ്ങളിലും ഒരുപാട് പ്രോഗ്രസീവായിട്ടുള്ള, ഒരുപാട് നല്ല രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ ഒരു മൂവ്മെൻറ്റിലൂടെ സാധിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ ഭക്തി പോയറ്റ്സ് ഇൻ ഭക്തി മൂവ്മെൻറ്റ് വെയർ ഫ്രം ദ സോ കോൾഡ് മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ എന്താണ്? ഈ ഭക്തി പോയറ്റുകൾ എല്ലാവരും തന്നെ, ഭക്തി പ്രസ്ഥാനത്തിൽ ഭൂരിപക്ഷമുള്ള കവികളെല്ലാവരും തന്നെ എങ്ങനെയുള്ളവരായിരുന്നു? സോ കോൾഡ് എന്താണ്? മാർജിനലൈസ്ഡ് കാസ്റ്റിലുള്ളവരായിരുന്നു. മാർജിനലൈസ്ഡ് കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ സമൂഹത്തിലെ തന്നെ എന്താണ്? മാർജിനലൈസ്ഡ് കാസ്റ്റ് എന്ന് കൊണ്ട് അർത്ഥമാക്കുന്ന സമൂഹത്തിൽ തന്നെ താഴ്ന്ന ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലും ഈ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളതിൽ കൂടുതൽ ആളുകൾ എന്ന് പറയുന്നത്. ദേ ക്വസ്റ്റ്യൻഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദ പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ബ്രാഹ്മിൺസ്. അവർ ക്വസ്റ്റ്യൻ ചെയ്തു. എന്താണ്? കാസ്റ്റ് സിസ്റ്റത്തെ അവർ ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ ബ്രാഹ്മിൺസ് എന്ത് ചെയ്തു? ബ്രാഹ്മിൺസ് അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രിവിലേജസിനെയൊക്കെ എന്ത് ചെയ്തു? ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ഒരു ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയുണ്ടായി. ആസ് എ റിസൾട്ട് ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇക്വാലിറ്റി ബിഗാൻ ടു എമർജ്. ഇതിൻ്റെ ഫലമായിട്ട് ഒരു സാമൂഹ്യ സമത്വം, സോഷ്യൽ ഇക്വാലിറ്റി എമർജ് ചെയ്തു വരുന്നതിന് കാരണമായി. എന്നിട്ട് എന്തു സംഭവിച്ചു? വുമൺ വെയർ അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ അനുഭവ മണ്ഡപം നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ബസവണ്ണയുടെ ചർച്ചാവേദിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അനുഭവ മണ്ഡപത്തിൽ ചർച്ചകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്തു? ഈ ഒരു ഭക്തി മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തന ഫലമായി സ്ത്രീകൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ,
അതുപോലെ തന്നെ നോക്കിക്കേ, their opinions against recognition and made them think about the ideas of equality between men and women. അതുപോലെ തന്നെ എന്താണ്, സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും എന്താണ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയയെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താണ് സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് സാധ്യമായിട്ടുണ്ട് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദ ഭക്തി മൂവ്മെൻറ്റ് വാസ് ഓൾസോ ഏബിൾ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ about the greatness of occupation. അതുപോലെ തന്നെ ഈ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, പീപ്പിൾസിനെ ബോധവൽക്കരിച്ചു, അല്ലെങ്കിൽ പീപ്പിൾസിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. എന്താണ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഒക്യുപ്പേഷൻ, അതായത് ഒരു തൊഴിലിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ മഹത്വം. ഗ്രേറ്റ്നെസ് ഓഫ് ഒക്യുപ്പേഷൻ, തൊഴിലിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ മഹത്വം ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഈ ഒരു ഭക്തി മൂവ്മെൻറ്റിലൂടെ സാധ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ മക്കളെ, അടുത്ത ക്ലാസ്സിൽ കാണാം.